നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായി അത്യാധുനിക പോർ വിമാനങ്ങൾ റഷ്യൻ സാങ്കേതിക സഹായത്തോടെ അണിയറയിൽ തയ്യാറാക്കുകയാണ് ഇറാൻ. ചൈനയും റഷ്യയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും ഇറാനെ പരിപൂർണമായി സഹായിക്കാം എന്ന് ഏറ്റുകഴിഞ്ഞിരിക്കുകയാണ്. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇസ്രയേലിനെ ഈ ഭൂപടത്തു നിന്ന് മായ്ക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വന്നാൽ അത് ചെയ്യും. ഇസ്രയേലിലെ അധികാര കൊതിയനായ ബെഞ്ചമിൻ നെതന്യാഹു ഒരു തെമ്മാടിയാണ് എന്ന് വ്യക്തമാക്കുന്ന നയങ്ങളാണ് ഇപ്പോൾ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്. US അധിക നാൾ ഈ യുദ്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ യുദ്ധം തുടങ്ങണമെന്നതും അത് അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം എന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ട്രംപ് കുറേ നുണകൾ മാത്രം പറഞ്ഞ് അതാണ് സത്യമെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ നുണകൾ കേട്ട് ലോകം പഞ്ചപുച്ഛമടക്കിയിരിക്കില്ല എന്നുള്ളതാണ് സത്യം. ദുബായ് എയർപോർട്ട് താൽക്കാലികമായി അടച്ചിട്ടതും പിന്നീട് ഭാഗികമായി തുറന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇറാന്റെ ആക്രമണത്തെ ഭയന്നാണ്. സൗദിയിലെ അരാംകോ എണ്ണപ്പാടവും മറ്റ് പല ഗൾഫ് മേഖലയിലേക്കുള്ള എണ്ണപ്പാടങ്ങളും ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഇറാൻ്റെ നീക്കങ്ങൾ സശ്രദ്ധം ആ രാജ്യങ്ങൾ വീക്ഷിക്കുമ്പോൾ ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയുള്ളൂ, പ്രത്യാക്രമണം ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ അമേരിക്കയുടെ എയർബേസുകൾ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധാപൂർവം കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നത്. ഇസ്രയേലിൽ നോക്കൂ, ടെൽ-അവീവിൽ പ്രത്യാക്രമണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ കടുത്ത അടിയേറ്റിട്ടുള്ള സമയമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രയേൽ ഇറാൻ വ്യാപകമായ യുദ്ധം നമ്മൾ കണ്ടതാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്നത് ഏറെ നിർണായകമാണ്, പ്രത്യേകിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടം വരുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അവിടെ ഇറാൻ പ്രസിഡന്റ് ശക്തമായി നീക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ തിരിച്ചടിയേറ്റിരിക്കുന്നത് എന്നുള്ളത്. ഇതുമാത്രമല്ല, ഇനി അമേരിക്കയ്ക്ക് കൂടുതൽ സന്നാഹങ്ങൾ ഇറക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. റഷ്യയും ചൈനയും കൂടുതൽ ഇറാന് വേണ്ടി കളത്തിൽ ഇറങ്ങി തന്നെ കളിക്കേണ്ടി വന്നാൽ അതിനും തങ്ങൾ മടി കാണിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് നോക്കൂ, സുരക്ഷാ സമിതിയിലെ 2 സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ കൂടി ഇറാനോടൊപ്പം നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുകൊണ്ട് ഇറാൻ ചെയ്ത പ്രതിരോധ നടപടികൾ, ഇറാൻ സത്യത്തിൽ ചെങ്കടലിൽ ശക്തമായ തിരിച്ചടി നടത്താൻ ഹൂതി വിമതരെയും അതുപോലെ തന്നെ യഹ്യാ സരിയെയും ഏർപ്പാട് ചെയ്താൽ ഇസ്രായേലിൻ്റെ നെകളിപ്പ് തീരാൻ പോകുന്നതേ ഉള്ളൂ. ഇസ്രായേലിനും കണക്കിന് കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഹൂതി വിമതരും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ശക്തമായി പകരത്തിന് പകരം എന്ന രീതിയിൽ ഇറങ്ങി തന്നെ കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഉണ്ടാകുന്ന നാശനഷ്ടം എത്ര തന്നെയായിരുന്നാലും അത് ഇറാനോട് ഏറ്റുമുട്ടിയതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത് തന്നെയാണ്. അതായത് അഹങ്കാരം അത് ശമിപ്പിക്കാൻ, അമേരിക്കയുടെ അഹങ്കാരം മുഴുവനായി തീർത്തു കൊടുക്കാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാനെ ദുർബല രാഷ്ട്രമെന്ന് ആരെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ അത്യാധുനിക സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നും ഇറാന് കൈവന്നിരിക്കുന്ന സഹായഹസ്തങ്ങൾ എവിടെയൊക്കെ നിന്നാണ് എന്നും അറിയുമ്പോൾ അമേരിക്ക വിറങ്ങലിക്കുകയാണ്.